ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഗുരുവായൂർ ആനക്കുട്ടിലേക്കുള്ള വഴിയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഇത്ര അടുത്താണ് ആനക്കുട്ടിൽ എന്ന് കേട്ടു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി ആനകളെയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് പോവുകയാണ്. ആനക്കൊട്ടിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെയാണ് തിരിഞ്ഞത്. പക്ഷേ ആനക്കോട്ട എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴല്ലേ ഓരോ പേരും നാളുമൊക്കെ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്കുള്ള വഴിയിലേക്ക് അകത്തേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും അമ്പലക്കുളം ഉണ്ട് കേട്ടോ. ഈ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തെളിഞ്ഞ വെള്ളം, അതിനകത്ത് നല്ല കാഴ്ചകളെ ചെറിയ ചെറിയ എന്താ പറയുക സസ്യങ്ങൾ ഇല്ലേ, നാലുകെട്ട് പോലുള്ള കുളിക്കടവ് ആണോ, കുളിക്കടവെന്ന് ഞാനങ്ങ് പറഞ്ഞു. കുളിക്കടവെന്ന് പറയുന്നത് തെറ്റില്ലാന്ന് തോന്നുന്നു. പണ്ട് രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഉണ്ടല്ലേ കൊട്ടാരങ്ങളും കുളങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ കുളിക്കാനുള്ള കടവ് കൂടെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ ഐതിഹ്യം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആനകളെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തെത്തി. ആനയൊക്കെ എന്തൊക്കെയോ കഴിക്കുകയാണ്. ആന ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഞങ്ങളതൊക്കെ കുറേ നേരം കണ്ടു. അടുത്ത ആനയെ നോക്കി. ചില സമയങ്ങളിലൊക്കെ നമുക്കങ്ങ് സങ്കടം വരും. ആനയുടെ നിൽപ്പും, സുഖമില്ലാത്ത ആനകൾ കാണും, പ്രായം ചെന്ന ആനകൾ കാണും, എന്നാൽ ഊർജ്ജസ്വലമായ ആനകളുണ്ട്. എന്താ പറയുക, അതിൻ്റെ കൊമ്പൊക്കെ കണ്ടില്ലേ. അടുത്തു നിന്ന് നമുക്ക് ഒത്തിരി ദൂരെ എന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഭയം വരും. രണ്ട് സൈഡിലും ആനകളിങ്ങനെ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 4 വശം അറിയാതെ പതറിയൊന്ന് നോക്കും എവിടെ നിന്നാണ്. ഞാനൊക്കെ റെഡിയായിട്ടാണ് നിൽക്കുന്നത്, ഓടാൻ റെഡിയായി നിന്നുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്, രണ്ടും കൽപ്പിച്ച്. പക്ഷേ ആനകളെ ഇഷ്ടമാണ് കേട്ടോ. ഇത് മെരുങ്ങുന്ന സൈസല്ലല്ലോ. പാപ്പാന്മാർക്ക് മാത്രമല്ലേ മെരുങ്ങുന്നത്. ആനകളുടെ അടുത്ത് പോയി നിൽക്കാൻ നമുക്ക് ഭയമാണ് സത്യത്തിൽ. കണ്ടില്ലേ ആനയൊക്കെ ചെവി ആട്ടുന്നത്. ഈ ആന ചെവി ആട്ടുന്നത് അതിന് സന്തോഷമുള്ളപ്പോഴെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആന ചെവി ആട്ടുന്നത് അതിന് എന്തോ ഉള്ളിൽ സന്തോഷം തട്ടുമ്പോഴാണ് ചെവി ആട്ടുന്നത് എന്ന് പറയും, ചെവി കുലുക്കുന്നതൊക്കെ എന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് വലുതായിട്ട് അറിവില്ല. കണ്ടില്ലേ, അത് ആഹാരം കഴിക്കുന്നതിൻ്റെയും അതിൻ്റേതായ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ്. എന്നാൽ കുറച്ച് നേരം ഒരു ആന ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും സൂക്ഷിച്ച് നോക്കി. എന്നാൽ ഞാൻ ഇടയ്ക്ക് കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനോട് പറയുന്നുണ്ട്, നിൻ്റെ വീഡിയോ എടുത്ത് കേട്ടോ, നീ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും നിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ലോകം മുഴുവൻ നിന്നെ കാണുന്നുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ നിന്നെയും കാണുന്നുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ആനയോട് സംസാരിക്കും കേട്ടോ. എനിക്ക് മനുഷ്യരെക്കാൾ ഇഷ്ടം ജീവികളോടാ. ഒരു മനുഷ്യനും എൻ്റെ അടുക്ക വരാറില്ല. ഒരു മനുഷ്യർക്കും എന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ജീവികൾ, അവർക്കെന്നെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മരിച്ചു ചെല്ലുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവം എന്താണെന്നോ അതിൻ്റെ കാര്യമൊന്നും. ടാങ്കർ ലോറി ഉണ്ടോ, ഗുരുവായൂരമ്പലത്തിൽ വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളൊക്കെ ഇത്. പിന്നെന്താ കാഴ്ചകളെ മനോഹരമായിട്ടുണ്ട്, കാണുന്നുണ്ട്, പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുന്നു. കണ്ട ഒരാന നല്ല മൃഷ്ടാന്ന ഭോജനം. ഈ പ്രാവശ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ അമ്പലത്തിൽ ഓട്ട മത്സരത്തിൽ 1ാം ഫസ്റ്റ് മേടിച്ച ഈ ബാലുവായി നിൽക്കുന്നത്. ബാലുവും കബലുവും വന്നല്ലോ. ബാലു അയ്യോ പേടി വരുന്നു. ഇപ്പോഴത്തെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആനപ്പിണ്ടമൊക്കെ ഒരു തൂത്തുവാരി ഒരു വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആനകളെല്ലാം കണ്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് കൊട്ടാരം കണ്ടത്. ഈ കൊട്ടാരം പഴശ്ശിരാജ മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രമായ പഴശ്ശിരാജ സിനിമയുടെ കുന്നത്തൂർ കൊട്ടാരം എന്ന് പറയുന്ന ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. അത് കാണാനൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു സുഹൃതം ജഗദീശ്വരൻ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനും
ഒക്കെ സർവേശ്വരൻ എല്ലാവരും ഇടയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. മനസ്സിന് നല്ല ഫ്രഷ്നെസ് കിട്ടുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ നയിക്കപ്പെടണമെന്നും മാനസികവും ശാരീരികമായ അസ്വസ്ഥകളും ഭാരങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ ഒരു നല്ല എന്താ പറയുക മെഡിസിനായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല കാഴ്ചകളുമായി വരും വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.